മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോ മിശിഹ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും പരിശുദ്ധ കർമ്മല മാതാവിന്റെ വലിയ മധ്യസ്ഥത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാള് കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംരക്ഷണമായി ഉത്തിരിയം നൽകുകയും അത് ധരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ആധാരം. പരിശുദ്ധ അമ്മ വലിയ സംരക്ഷകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ കരം പിടിച്ചു നിൽക്കുന്നവർക്കൊക്കെ പരിശുദ്ധ അമ്മ സംരക്ഷകയായി തീരും. കാരണം ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷണത്തിനായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെയാണ്. അമ്മ ദൈവത്തിനു മുമ്പിൽ ദൈവത്തിന്റെ സംപ്രീതി നേടിയവളാണ്. തിരുവചനത്തിൽ ലൂക്കാസ് വിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ പ്രബോധനം നൽകുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ. നിന്റെ അമ്മ ഭാഗ്യമുള്ളവളെന്ന് അവര് ഈശോയോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഈശോ പറയാണ്, വചനം അനുസരിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അമ്മയേക്കാൾ കൂടുതലായിട്ട് വചനം ജീവിതത്തിൽ സ്വീകരിച്ചവര് ഈ ലോകത്തിൽ ആരാ വേറെയുള്ളത്? അമ്മയല്ലേ സ്വന്തം ഉദരത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചവള്. ആ വചനത്തിനനുസരിച്ച് ജീവിതം നയിച്ചവളല്ലേ പരിശുദ്ധ അമ്മ. തന്റെ ഉദരത്തിൽ രൂപം കൊണ്ട ദൈവത്തിന്റെ വചനമായ ഈശോ, ആ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ പരിശുദ്ധ അമ്മ ജീവിച്ചത്? ആ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? അമ്മ ഊട്ടി വളർത്തിയത് ആ വചനത്തെയല്ലേ? പ്രിയപ്പെട്ടവരെ, വചനം ജീവിച്ചവൾ, വചനം സ്വീകരിച്ചവൾ, വചനം പ്രവർത്തിച്ചവൾ പരിശുദ്ധ അമ്മ. അങ്ങനെയെങ്കിൽ അമ്മയേക്കാൾ വലുതായിട്ട് ഭാഗ്യം ചെയ്ത ആരായി ഈ ലോകത്തിലുള്ളത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ പ്രീതി കണ്ടെത്തിയത് ഇങ്ങനെയാ. ദൈവമയച്ച വചനത്തെ സ്വീകരിച്ചു, ആ വചനത്തിന് വേണ്ടി ജീവിച്ചു, ആ വചനത്തിനനുസരിച്ച് ജീവിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുകയും ആ വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് ഈശോനാഥൻ അമ്മയിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വലിയവളായി തീർന്ന പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും സംരക്ഷകയാണ്. അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകളൊക്കെ ദൈവം കൈക്കൊള്ളും. ആ പ്രാർത്ഥനകളൊന്നും പാഴായി പോവുകയില്ല. കാരണം ദൈവം അത്രമാത്രം വിലമതിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവം തള്ളിക്കളയാതിരിക്കാൻ, ദൈവം ആ പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ച് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ വലിയ പാഠവും വചനം സ്വീകരിക്കുക, വചനം ജീവിക്കുക, വചനത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം കേട്ടാൽ മാത്രം പോരാ, വചനം ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ മാത്രം പോരാ. ആ വചനത്തിന് വേണ്ടി നിൽക്കണം, ആ വചനം ജീവിക്കണം. വചനത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി നിൽക്കുക. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടിയിട്ടാകണം. അമ്മ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത ഓരോ കാര്യങ്ങളും ആർക്ക് വേണ്ടിയിട്ടാ? വചനത്തിന് വേണ്ടിയിട്ടാ, ഈശോയ്ക്ക് വേണ്ടിയിട്ടാ. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വചനത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുക. നീ കേൾക്കുന്ന വചനം അത് ജീവിക്കുക. ആ വചനത്തിന് വേണ്ടി നീ നിലകൊള്ളുക. നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം സ്വീകരിക്കും. ദൈവസന്നിധിയിൽ നിനക്ക് വലിയ വിലയുണ്ടാവുകയും ചെയ്യും. ഇതാ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരെയും സംരക്ഷണത്തിന്റെ വഴിയായിട്ട് നൽകുന്നത്. ഈ വഴി നമുക്ക് സ്വീകരിക്കാം, ഈ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അമ്മയുടെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. സംരക്ഷകയായ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ഒതുങ്ങി സംരക്ഷിക്കട്ടെ. ഒപ്പം സംരക്ഷണത്തിന്റെ അടയാളമായ ഞാനും നിങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്വന്തമാണെന്നുള്ളതിന്റെ അടയാളമായ ഉത്തിരീയം, വെന്തിങ്ങ നമുക്ക് ധരിക്കാം. നമ്മുടെ മക്കളെയൊക്കെ ധരിപ്പിക്കാം. അത് ധരിക്കുന്നതിൽ ആരും നാണക്കേടും വിചാരിക്കേണ്ട. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ.
പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ ഇവർക്ക് ഈ ദിവസം ലഭിക്കട്ടെ. അമ്മയുടെ സഹായത്താൽ ഇവർ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹീതരാകട്ടെ. ഇവരുടെ വഴികളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉയർച്ചയുണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.